അല്ല, ഇതിൽ കൂടുതൽ സാധിക്കുമായിരുന്നു. ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഏപ്രിൽ 3-ാം തീയതി ലോക്സഭയിൽ മുനമ്പത്തിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം 5 മണിക്ക് അമിത്ഷാജിയും പീയൂഷ് ജിയും കൂടി എടുത്ത തീരുമാനം എന്നെ അവർ രണ്ടുപേരും വിളിച്ചറിയിച്ചത് ഇപ്രാവശ്യം പെസോയുടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് പറഞ്ഞതുപോലെ റിങ്ങിൻ്റെ പകുതിയല്ല, റിംഗ് റോഡ് മുഴുവൻ ജനങ്ങളെ നിർത്താവുന്നതിൻ്റെ പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷന്, ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ നിർദ്ദേശം നൽകാൻ പോവുകയാണ്. 4-ാം തീയതി പാർലമെൻറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. 2-ാം തീയതിയാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനത്ത് വെടിക്കെട്ട് അപകടത്തിൽ 18 പേര് മരിക്കുന്നത്. പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഇനി ഇത് കോടതിയുടെ പരിധിയിൽ ശക്തി കൂടും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ ഈ ഇളവ് പുഷ് ചെയ്തതെന്നൊരു ചോദ്യം വന്നാൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ അമെൻമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരും ഇത് കാണാൻ പാടില്ല, ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല. സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിന് ചില ഇളവുകൾ പിന്നീട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇളവുകൾ വന്നിട്ടുള്ളത്. നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ ഒരു വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായാലും ഇതിൻ്റെ ആസ്വാദകരായാലും നല്ല ഒരു പൂരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇളവുകൾ കൂട്ടിയെടുക്കാം അടുത്ത തവണ. ഇല്ല, അത് ഈ റോഡ് സൈഡിലുണ്ടായിരുന്ന കല്ലിലേക്ക് ടയർ കയറി പഞ്ചറായത്. കുറച്ച് വലിയ ഒന്നുമില്ല.